പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്യ 6:7 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നാം പലപ്പോഴും ചിന്തിക്കുന്നത് വലിയ പാപങ്ങളൊന്നും നാം ചെയ്യുന്നില്ല. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നാം ഭക്തരാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്ന് മനുഷ്യർക്ക് തോന്നാം. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്ന വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും അഹങ്കാരവും സ്വാർത്ഥമോഹങ്ങളും എല്ലാം ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അവർക്ക് നന്മകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം ഭക്തരാണെന്ന് ഭാവിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുവാനാവുകയില്ല എന്ന്. നമ്മുടെ ദുഷ്ട മനസ്ഥിതി, പാപകരമായ ജീവിതം, ഈ ലോകത്തോടുള്ള അമിതമായ ആസക്തികൾ എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുൻപിൽ നാം നല്ലവരായി മാറുന്നത്. ജെറമിയ 4:14 തിരുവചനം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ജെറമിയ 17:9 തിരുവചനം പറയുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് എന്ന്. അപ്പോൾ ഈ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടിയാണ്. ദൈവിക നീതിയിൽ നാം ജീവിച്ച് ദൈവഹിതപ്രകാരം നമ്മുടെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുകയും പാപകരമായ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരികയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നാം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി മാറും. ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് ഏറ്റവും പ്രഥമമായ കാര്യം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ യേശുവിനെ ധരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അഹങ്കാരം ഉപേക്ഷിച്ച് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് അനുദിനം ജീവിക്കാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.